ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പ് വിചാരങ്ങളിലേക്ക് സ്വാഗതം. സങ്കീർത്തന പുസ്തകം 51 അധ്യായം 17 വാക്യം. ഉരുകുന്ന മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. ക്രിസ്തീയ ജീവിതം പരിത്യജിക്കുന്ന ജീവിതമാണ്. ഉയർച്ചയും സങ്കടവും നിരാശയും തകർച്ചയും എല്ലാം ഒരുപോലെ സ്വീകരിക്കുവാൻ കഴിയുമ്പോഴാണ് നാം നമ്മെ തന്നെ പരിത്യജിക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കൂ. വിശുദ്ധ പൗലോസ് ലീഹ ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2 അധ്യായം 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ രൂപത്തിലാണെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. മനുഷ്യന് സദൃശനായി തീർന്നു. സ്വയം പരിത്യജിക്കലിന് ഈശോ നമുക്ക് ഒരു ഉത്തമ മാതൃകയാണ്. ബെത്ലഹേമിലെ കാലിത്തൊഴുത്ത് മുതൽ ഗാഗുൽത്തായുടെ കുരിശുമരണം വരെ മഹത്തായ ത്യാഗത്തിൻ്റെ അലച്ചിലുകൾ നാം കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ദുഃഖവും വിഷമവും എല്ലാം കുരിശുകളാണ്. ഈ കുരിശുകളുമായി ദൈവത്തിൻ്റെ സന്നിധിയിലെത്തുക, അവൻ്റെ തിരുമുൻപിൽ പ്രാർത്ഥിക്കുക. ഈശോയെ പോലെ തന്നെ പരിത്യജിച്ച് കുരിശ് ചുമക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.